ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒന്നുമില്ല. ഒന്ന് പോവോ ചേച്ചി സിനിമകൾ ചെയ്തിട്ട് ഒരു സിനിമ ഇതെങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? നമ്മളൊക്കെ പിന്നെ ഇരുന്ന് കാണുന്ന സിനിമകള് ഏതൊക്കെയാ? പൊന്മുട്ടയിടുന്ന താറാവാണെങ്കിലും. പൊന്മുട്ടയിടുന്ന താറാവ് എനിക്ക് എന്റെ സിനിമ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരു കമലദളത്തിൽ നല്ല ക്യാരക്ടറായിരുന്നു, പിന്നെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ നല്ല ക്യാരക്ടറായിരുന്നു, കുറെ അമൃതംഗമ്മയ എല്ലാം നല്ല ക്യാരക്ടേഴ്സ്. പക്ഷെ എനിക്ക് എപ്പോഴും കാണുമ്പോ ഇനി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, പോരാന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ചേച്ചിക്ക് തന്നെ ചേച്ചിയുടെ ഒരു സിനിമ കണ്ടിട്ട് നാണായോ ഏതൊരു ഒരു റോളുണ്ട്, അയ്യോ എനിക്കിത് എന്റെ ക്യാരക്ടർ കാണുമ്പോ എനിക്ക് ചമ്മലാണ് എന്ന് പറയുന്ന ഒരു റോളുണ്ട്? തമിഴ് പടം. അയ്യോ, ഒന്നാമത് തമിഴ് ലാംഗ്വേജ് എനിക്ക് അറിയില്ല, പിന്നെ ഓവറായിട്ട് അഭിനയിക്കണം, ഡാൻസ്, ചില ഡയലോഗ്സ് ഞാൻ എങ്ങനെ പോയി പെട്ടു, എങ്ങനെ തലയൂരി വെളി വന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് ആലോചിക്കുമ്പോഴിപ്പം ചമ്മല. ആരെങ്കിലും ആ പടം കണ്ടു എന്ന് പറയുമ്പോഴേ അയ്യോ അതാണോ കണ്ടതെന്ന് എന്റെ മനസ്സിലുണ്ടാവും, വേറെ ഏതെങ്കിലും ഇവർക്ക് കാണായിരുന്നല്ലോ എന്ന് തോന്നുന്നു. അതിനുശേഷം അങ്ങനെ തമിഴില് ചമ്മല് വന്ന ആള് പിന്നീട് തമിഴ്നാട്ടില് സെറ്റിലായി. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ചെന്നൈ. ആണല്ലേ? തമിഴ് ഭയങ്കര ഫ്ലുവന്റ് ആയി, ഇവിടുത്തെ ഒരാളായി മാറി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇത് പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങള് ഞാൻ ജയറാമിനെയൊക്കെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലളിത ചേച്ചിയില്ലേ KPS, ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഈ തമിഴ് മൂവി വർക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ ലളിത ചേച്ചിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചേച്ചി എന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കൊണ്ടുപോകും. അപ്പം ഞങ്ങൾ അടുത്ത സ്ട്രീറ്റിലാണ് ഷൂട്ട്. ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ആ സൈഡിൽ ഇങ്ങനെ ഒരു വലിയ സ്കൂള് കാണാം. അപ്പൊ ചേച്ചി പറഞ്ഞു, ഡി ഇതാണ് ഇവിടുത്തെ പത്മശേഷാദ്രി സ്കൂള്, വലിയ സ്കൂളാണ്, ഭയങ്കര കുട്ടികളൊക്കെ നല്ലതായിട്ട് റിസൾട്ട് വരുന്ന സ്കൂളാണ്, നല്ല എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. വെറുതെ എനിക്ക് മക്കൾ എപ്പോൾ ആവുന്ന പോലും എനിക്കറിയില്ല, ജയറാമിനെ ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ 16-17 വയസ്സിലാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് എൻ്റെ 2 മക്കളും അവിടെയാണ് പഠിച്ചത്. അത് ശരി, അതൊക്കെ കോയിൻസിഡൻസ് ആയിരിക്കും. സത്യം. അല്ല, അതിനുശേഷം ഇങ്ങനെ തമിഴ് പറയാൻ പോലും ഇത്രയും മടിയുള്ള ഒരാള് എങ്ങനെയായിരുന്നു പിന്നീട്? തമിഴ് പറയാൻ മടിച്ച എൻ്റെ ഫസ്റ്റ് മൂവിക്ക് ചൂടുവെള്ളം എടുത്തോണ്ട് റൂം ബോയ് വരും. അപ്പൊ ഊട്ടിയിലാണ് ഷൂട്ടിങ്. അപ്പൊ ഹീറ്ററില്ല റൂമില്, കാരണം ബക്കറ്റിൽ വെള്ളം എടുത്ത് ഞാൻ അവൻ വരുമ്പോൾ ഒളിച്ചു നിൽക്കും. ഇവന്റെ അടുത്ത് എന്തെങ്കിലും റിപ്ലൈ പറയണ്ടേ തമിഴില്. അത് കാരണം എനിക്ക് ഭയങ്കര വേറൊരു ലാംഗ്വേജ് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അത് ഇങ്ങോട്ട് മാറിയതിന് ശേഷം സർവൈവൽ അല്ലേ, അത് കാരണം പറഞ്ഞു പഠിച്ചു. പിന്നെ തമിഴ് ഷൂട്ടിങ്ങിന് വന്നപ്പോ ഞാൻ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചായിരുന്നു. അതും പഠിച്ചോ? തമിഴിൽ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നത് ഭയങ്കര പാടല്ലേ? പാടൊന്നുമില്ല, നമ്മുടെ ലാംഗ്വേജിനെക്കാളും ഈസി ആയിട്ടുള്ള ലാംഗ്വേജ്. പിന്നീട് എപ്പോഴായിരുന്നു ജീവിതം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തമിഴ്നാട്ടിൽ സെറ്റിൽ ആവാം എന്ന് ആ ഉള്ളൊരു തീരുമാനം? തമിഴില് കല്യാണം കഴിഞ്ഞപ്പോ ജയറാമിന് തമിഴിൽ നിന്ന് ഓഫർ വന്നു, ഗൂഗിളും എന്നൊരു മൂവിയൊക്കെ ചെയ്യാന്. അപ്പൊ ജയറാം ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴേക്കും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു.